എന്റെ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഒന്നും കഴിക്കുന്നില്ല, എന്തെങ്കിലും കഴിക്കണ്ടേ, വിശന്നിരിക്കണേ എങ്ങനെ എന്ന് കരുതിയിട്ട് ഞാൻ ഇൻസ്റ്റന്റ് നൂഡിൽസ് വാങ്ങി ഉണ്ടാക്കി കൊടുക്കും. എളുപ്പമാണ്, 2 മിനിറ്റ് മതി കേട്ടോ. ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ വെന്ത് വരും. പിന്നെ അതിന്റെ ആ ടേസ്റ്റ് മേക്കറും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുട്ടി കഴിച്ചിട്ട് സ്കൂളിൽ പൊയ്ക്കോളും. കുഴപ്പമില്ല, വയറ് നിറഞ്ഞോട്ടെ എന്ന് വിചാരിക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ഇതിനേക്കാൾ നല്ലത് കുട്ടി പട്ടിണിയായിട്ട് പോകുന്നത് തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾ ഈ ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ പ്രത്യേകത എന്താണ്? ഇത് വളരെ പെട്ടെന്ന് വേഗുന്നതാണ്. ദാറ്റ് മീൻസ് അതിനകത്ത് ഫൈബറുകൾ, നാരുകൾ എന്ന് പറയുന്ന ഘടകമേ ഇല്ല. വളരെ പെട്ടെന്ന് വേകുന്നതിന് വേണ്ടി ഹൈലി പ്രോസസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ നൂഡിൽസ്. മാത്രമല്ല ഇതിനകത്ത് ചേർക്കുന്ന ടേസ്റ്റ് മേക്കേഴ്സോ ഉയർന്ന അളവില് സോഡിയം അടങ്ങിയിട്ടുണ്ട്, ഉപ്പ് കുട്ടിയുടെ ശരീരത്തിലെത്തും, അനാവശ്യമായിട്ടുള്ള മസാലകൾ എത്തുന്നുണ്ട്, അതിനകത്ത് MSG ചേർത്തിട്ടുണ്ട്, അതായത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് പോലുള്ള സാധനങ്ങളുണ്ട്. അതായത് കുട്ടി ഇത് കഴിച്ചു കഴിഞ്ഞാൽ നാളെ ഇതേ സമയമാകുമ്പോൾ വീണ്ടും വേണമെന്ന് പറയും. അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ്. മാത്രമല്ല ഇത്തരം ഘടകങ്ങൾ ഒരുമിച്ച് ചെല്ലുന്നതുകൊണ്ട് കുട്ടിയുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, കുട്ടി രാവിലെ വിശന്നിരിക്കേണ്ടെന്ന് കരുതി കൊടുത്തു വിടുന്നതോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു 10 മണി കഴിയുമ്പോൾ തന്നെ വീണ്ടും വിശപ്പ്, ക്ഷീണം, തളർച്ച, പിന്നെ ഉച്ചവരെ ഇരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് വരും. മാത്രമല്ല ഇത് കുട്ടികൾക്ക് ഓർമ്മയ്ക്ക്, പ്രത്യേകിച്ച് ഈ മെറ്റബോളിസത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനുള്ള ബുദ്ധിമുട്ട് വരും. ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ശീലം ഡെവലപ്പ് ചെയ്തെന്ന് വരാം. മാത്രമല്ല ക്രമമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് ഇത്തരത്തിൽ ഇൻസ്റ്റന്റ് നൂഡിൽസ് നൽകുന്നത് അവർക്ക് മെറ്റബോളിക് പ്രോബ്ലം, ഇന്ന് 8 വയസ്സുള്ള കുട്ടിക്ക് പോലും പിത്താശയത്തിൽ കല്ല് കാണുന്നുണ്ട്, കുട്ടികൾ മൂത്രത്തിൽ കല്ല് വരുന്നുണ്ട്, കൂടാതെ ഫാറ്റി ലിവർ കണ്ടീഷൻ വരുന്നുണ്ട്, കൊളസ്ട്രോൾ കൂടുതലുള്ള ചെറിയ കുട്ടികളുണ്ട്. ഇതിനെല്ലാം കാരണം ഈ തരത്തിൽ നൽകുന്ന ഇൻസ്റ്റന്റ് നൂഡിൽസും ഒരു പ്രധാന വില്ലനാണ്. ഇത്തരത്തിലുള്ള പുലിവാലുകൾ പിടിക്കണോ? രാവിലെ 2 മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു ഏത്തപ്പഴം പുഴുങ്ങി കൊടുക്കുക, അത് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയോ, പയറ് ഒന്ന് പുഴുങ്ങി ഒരു ബൗള് കൊടുക്കുക, കുട്ടികളെ ശീലിപ്പിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സ്റ്റൈൽ കഴിച്ച് കുട്ടികൾ സ്കൂളിൽ പോകാൻ ശ്രദ്ധിക്കട്ടെ. ഇതെല്ലാം മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്തോളൂ.